സോ ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ടൈറ്റിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ വേറെ നല്ല നമ്മുടെ CS മാച്ചാണ്. നമുക്കിന്ന് ഹാക്കറും കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് വന്നേക്കുകയാണ്. അപ്പോൾ ഒരു ഹാക്കറിനെ അടിച്ചിടുന്ന ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിച്ചു. നല്ല ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കൂടെയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ആരും പിന്നാലെ മീൻസ് നമ്മുടെ നാട്ടിലെ ടീമിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടൊക്കെ പോലെ തന്നെ നമ്മൾ ഇന്ത്യൻ സെർവറിലാണ് നമ്മൾ കളിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ സെർവറിൽ കളിച്ചാൽ അങ്ങനെ ഇപ്പോൾ കളിക്കാറില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ പിള്ളേർ വിളിച്ച സമയത്ത് നമ്മൾ നൈസ് തന്നെ കയറിയതാണ് ഗൈസ്. അപ്പോൾ നമ്മളെ മാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഫസ്റ്റ് റൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലാണ്. ഈ ഗണ്ണിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കും. അപ്പോൾ നമ്മളാണ് എനിമീസിലും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് റേഞ്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ മീൻസ് പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെയുള്ള നമ്മൾ എനിമീസ് നൈസറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അവനാണെങ്കിൽ 50 ഡാമേജ് കൊടുത്തപ്പോൾ തന്നെ അവൻ നൈസറിനെ ഡൗൺ ആയിരുന്നു. നമ്മുടെ ഫ്രണ്ട് നൈസറിൻ്റെ നോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത എനിമി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പ്ലെയറാണ് പുറത്തോട്ട് ഇറങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുക. അപ്പോൾ നോക്കുന്ന ഒരു പ്ലെയറാണ് പെട്ടെന്ന് തന്നെ പുറത്തോട്ടുള്ള സമയത്ത് എങ്ങനെ ഇവിടെ കുത്തി പിടിച്ച് അവനെ നൈസറിൻ്റെ കുമ്മനും കാര്യങ്ങളും മീൻസ് കുമ്മിയിട്ടുണ്ട് കൈസ് ആര് ഇല്ലെങ്കിൽ കാര്യം. പിന്നെ നോക്കുക നമ്മൾ നൈസായിട്ടിനെ ഒരു പ്ലെയർ ഹെഡും കാര്യം നോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇനി ഒരു പ്ലെയറും കൂടെ ഉള്ള അലൈവ് പോയിട്ട് നൈസായിട്ട് നോക്ക് ചെയ്തിട്ട് നേരത്തെ നോക്ക് ചെയ്ത പ്ലെയറാണ് കൈസ് ഹാക്കർ എന്ന് പറയുന്നത് കമ്പനിയിൽ കണ്ട പോലെ. അപ്പോൾ ആ ഒരു പ്ലെയർ നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു ഹാക്കറാണോ അല്ലെന്ന്. അപ്പോൾ നമ്മളാണ് ഈ അടുത്ത എനിമീനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്ലെയറാണ് ഇവിടെ നൈസറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാൻ അവൻ്റെ അടുത്ത് വെച്ച് നൈസറിൻ്റെ ഈ അരിവാൾ മീൻസ് ഇരുവാൾ വെച്ച് നൈസറിൽ റിമോട്ടും കാര്യങ്ങളുടെ അവന്മാരെ പുള്ളി ഷോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് റൗണ്ട് നിരയിലേക്ക് വെറുപ്പിച്ച് വിട്ടിട്ടുണ്ട് അവന്മാരെ. അപ്പം എൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ബേബി എന്നാണ് എൻ്റെ പേര്. നമ്മുടെ ഇന്ത്യൻ സെർവറിൽ അതാണ് പേരും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നോക്കുകയാണെങ്കിൽ പിന്നത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നൈസായിട്ട് എനിമീനും കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്ത് പെട്ടെന്ന് ഹെഡും കാര്യങ്ങളൊക്കെ അടിക്കാൻ നോക്കി. പക്ഷേ കൊണ്ടില്ല കേസ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ WM ആണ് നമ്മുടെ കയ്യിൽ കുറച്ചൊക്കെ ഡാമേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തോട്ടാണ് വീണ്ടും എനിമീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ വീണ്ടും ഉള്ളിലോട്ട് കയറി അപ്പോൾ അടുത്ത എനിമീനും കാര്യങ്ങളും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിമീസിനാണെങ്കിൽ കാണുന്നില്ല കേസ്. ഫുള്ള് ഫുഡ് റെസ്റ്റിൻ്റെ സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ബട്ട് അവന്മാരെ കാണുന്നില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീം മേറ്റാണെങ്കിൽ ഒരുത്തനായി നൈസിൻ്റെ നോക്കും കാര്യങ്ങളൊക്കെ ഇടുക നമ്മുടെ വീടിൻ്റെ മേലായിട്ട്. അപ്പോൾ നേരെ വീടിൻ്റെ മേലെ ഒറ്റടി കുത്തി പിടിച്ചുകൊണ്ട് റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിമീനെ നൈസിൻ്റെ സ്പോട്ട് ചെയ്ത് ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച്. ബട്ട് നമുക്കാണെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് അധികം ഡാമേജ് കാര്യം പെട്ടെന്ന് തന്നെ ദിമിത്രയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് റിവൈവും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നോക്കണേ അവിടെയാണ് കേസായിട്ട് എനിമി നൈസിൻ്റെ നോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഹാക്കറിനെ ഏകദേശം ഒരുത്തം പാടാക്കിയിട്ടുണ്ട്. ഞാനല്ല വേറൊരുത്തൻ നോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് അവൻ തീർത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മളെ ഫ്രണ്ടാണ് നേരെ നമ്മൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും പാടുണ്ട് അവനെ പിന്നെ അങ്ങനെ പാടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വേണം നമ്മൾ അടുത്ത ഫ്രണ്ടിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അവനെയാണ് നേരെ മെഡിക്കറ്റും റിവ്യൂവും കാര്യങ്ങളും ഒപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ റിവ്യൂ ചെയ്ത സമയത്താണ് അവിടുന്ന് ഇവിടുന്നൊക്കെ അടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. പെട്ടെന്ന് നമ്മൾ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ ചിലപ്പോൾ നോക്കുന്ന ആര് വീടിൻ്റെ അവിടെ നിന്ന് സമയം നമ്മളെ ഫൈറ്റ് ചെയ്താൽ പെട്ടെന്ന് അവൻ്റെ 140 ഡാമേജും കാര്യങ്ങളും കൊടുത്ത് പിന്നെ നേരെ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് കയറ്റി അവനെ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുകയാണെങ്കിൽ അവനെ നൈസായിട്ട് നമ്മളുടെ ഫ്രണ്ട് തീർത്തിട്ടുണ്ടായിരുന്നു. ഈ കളിയും കാര്യങ്ങളൊക്കെ വിക്ടറി എടുത്ത് നൈസായിട്ട് അവന്മാർ ഇമോട്ടും എല്ലാം അവന്മാർ പിന്നെയും വേർപ്പിച്ചിട്ടുണ്ട്. പിന്നത്തെ റൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മൾ ക്ലോക്ക് ടവറിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളെ ക്ലോക്ക് ടവറിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലോക്ക് ടവറിൽ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുടെയും ജസ്റ്റ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടെ ഓളെ സെറ്റ് ചെയ്യാൻ ഞാൻ ഇടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളാണ് ഗൈസ് എനിമീസിനും കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻസ് അവിടെ നമ്മൾ എനിമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അവനാണ് കാണുന്നില്ല. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മേലെ നിന്ന് കുറച്ച് നൈസായിട്ട് നോക്കി തന്നെ. അപ്പോൾ ഈ ഒരു പ്ലെയറാണ് വിചാരിക്കുന്നത് നിങ്ങൾ ഹാക്കർ എന്ന്. അപ്പോൾ അല്ല ഗൈസ്. അപ്പോൾ ഈ ഒരു പ്ലെയറാണ് ഇമോട്ടും കാര്യങ്ങളും നരതിക്ക് വെറുപ്പിച്ച് നമ്മളെ ഫ്ലാഗ് ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവനെന്താ നമ്മൾ എടുക്കാതെ വിടില്ലല്ലോ. മീൻസ് നിങ്ങൾക്ക് അറിയാലോ അവന്മാർ ഇമോട്ടും കാര്യങ്ങളൊക്കെ സ്ഥിതിക്ക് അവന്മാർ തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരെ നമ്മളെ ഫ്രണ്ടാണ് നൈസായിട്ട് ടീമിൻ്റെ അടുത്തോട് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുക അവനെ പെട്ടെന്ന് തന്നെ അവൻ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ പ്ലെയർ നമ്മുടെ ടീമിനെ നൈസായിട്ട് കുത്തിപ്പിടിച്ച് തീർത്തില്ല. നമ്മൾ റൈസ് സ്റ്റാർ കൂടെ ഉള്ളൂ. ഇനി ബാക്കി റൈസ് സ്റ്റാറിന് ഒരു ഹാക്കർ ഇവിടെ മുതൽ എനിക്ക് ഹാക്കറാണെന്ന് മനസ്സിലായത്. മീൻസ് ഈ ഒരു പ്ലെയറാണ് ഹാക്കറും കാര്യങ്ങളൊക്കെ ഈ ഒരു കില്ലി. അപ്പോൾ നേരെ നമ്മൾ അടുത്ത റൗണ്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട്. നമ്മളാണ് എനിമീസിനെ തീർക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 2-1 ഇപ്പോൾ നമ്മുടെ ഒരു സ്കോർ. അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് 2 പേർക്ക് ഒന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഗൈസ് നമുക്ക് ഹാക്കറാണെന്ന് ആദ്യം തന്നെ മനസ്സിലാവുന്നത്. നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി പെട്ടെന്ന് ഹെഡും കാര്യങ്ങളും ചെയ്യാൻ തീർത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേ കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ ഇവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടത് നമ്മുടെ ഫ്രണ്ടാണ് ഇവിടെ നമ്മളെ എനിമീനും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെയായിട്ട് ഇവന്മാർ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ടീമേറ്റ് മീൻസ് നമ്മുടെ ടീമേറ്റാണ് ഒരുത്തരം സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഹലോക്കും കാര്യങ്ങളിട്ടു പെട്ടെന്ന് അവൻ ഇവിടുന്ന് നടത്തില്ല പെട്ടെന്ന് അവനും തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീമേറ്റ് മീൻസ് ഇപ്പോൾ അവൻ ഈസി പ്ലെയർ ആണെന്ന് അറിയത്തില്ല. നേരത്തെ അടിച്ചവൻ ഹാക്കറാണെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ടീമേറ്റ് അതിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ടീമേറ്റ്
പിന്നെ ഗൈസ് നമ്മുടെ റൈസ് സ്റ്റാർ ആണെങ്കിൽ നൈസാറിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് റൈസ് സ്റ്റാറിനെ നൈസാറിൻ്റെ തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ റൈസ് സ്റ്റാറിനെ തീർത്ത സമയത്ത് ഞങ്ങൾക്ക് ഉറപ്പായി ഹാക്കറാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഹാക്കറാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് ജസ്റ്റ് നമ്മൾ കമൻറ്റ് ഇട്ടേ. ഇനി പി സി പ്ലെയർ ആണോ അറിയത്തില്ല, ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞങ്ങൾ ഫുൾ മൊബൈൽ പ്ലെയേഴ്സാണ്. അപ്പോൾ അതിനിപ്പോൾ പി സി പ്ലെയർ ആണോന്നും അറിയത്തില്ല. അപ്പോൾ നേരെ മാരാണെങ്കിൽ ഞങ്ങൾ അടുത്ത എനിമിനും കാര്യങ്ങളൊക്കെ സ്പോട്ട് അപ്പോൾ ടീമേറ്റ് എടുത്ത് തന്നെ സ്പോട്ട് നല്ല ഡാമേജും കാര്യങ്ങളും കൊടുത്തിട്ട് അവരാണെങ്കിൽ ഗ്ലൂവും കാര്യമായിട്ട് കവർ എടുത്തിട്ട് ഗ്ലൂ വാൾ നൈസിനെ അടിച്ച് പൊട്ടിക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഇങ്ങനെ ബാക്കിലൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തോടായിട്ട് എനിമി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇനി നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ ഒരുത്തന്നെ നൈസിന് നോക്കും കാര്യങ്ങളായിട്ട് പെട്ടെന്ന് ഗ്ലൂ കാര്യമായിട്ട് അവനിട്ട് വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിമിത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഗൈസ് അവിടെ നിന്ന് നമ്മുടെ സ്നൈപ്പറൊക്കെ വെച്ച് അടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വീടിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ്. കൺഫേം ആയിട്ട് ഹാക്കറാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ടീമിനെ എടുത്താൽ പെട്ടെന്ന് തന്നെ ഒരു ഹാക്കർ നോക്കും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ടീമിൽ നൈസാണ് തീർത്തില്ല. അപ്പോൾ നേരത്തെ നോക്കിയിട്ട് പെട്ടെന്ന് കില്ലും കാര്യങ്ങളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 2 പേരായിട്ടുണ്ട്. എന്നെ നൈസായിട്ടുള്ളൊരു പ്ലെയർ നോക്കും കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് ഹാക്കറാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതൊരു സാധാരണ നോർമൽ പ്ലെയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഗൈസ് ഇനി ബാക്കിയുള്ള ഭാഗങ്ങളോട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹാക്കറാണോ അല്ലേ. ഇത് കണ്ടോ നമ്മുടെ ടീമിന് പെട്ടെന്ന് തന്നെ അവന്മാരൊക്കെ പാടായി. അപ്പോൾ ഒരു ഹാക്കർ ആവാനാണ് ചാൻസ് കൂടുതൽ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണോട് നോളം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ അപ്പം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ റോഡ് 10K ആണ് മാക്സിമം ഒരു സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ 10K കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളാണ് എനിമിസിനും കാര്യങ്ങളും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ ഒരുത്തിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഡാമേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ഒരുത്തനായിട്ട് നല്ല രീതിക്ക് ഡാമേജും കാര്യങ്ങളും കൊടുത്തു. നമ്മുടെ ടീമേറ്റിനാണ് ഒരുത്തിനെ പെട്ടെന്ന് തന്നെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഹാക്കറാണ് ഗൈസ്. പിന്നെ എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് ഇട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ട് പെട്ടെന്ന് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരും പ്ലെയർ തീർക്കാൻ വേണ്ടി. അപ്പോൾ നോക്കി നമ്മൾ കടന്ന സമയത്ത് കഴിച്ച് നമ്മൾ കവറിലായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തീർത്തില്ല. അപ്പോൾ തന്നെ കൺഫേം ആയി ഹാക്കറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമ്മുടെ ടീമേറ്റാണ് ഈ കവറിലും കാര്യങ്ങളൊക്കെ നിന്നിട്ട്. അപ്പോൾ ഇവിടുന്ന് ഫ്രണ്ട് നടി കിട്ടുന്നു. പക്ഷേ അവന് ഫുള്ള് കവറിലാണ്. ബട്ട് അവന് പിന്നെ തീർത്തിട്ടുണ്ട്. അവന്മാരാണെങ്കിൽ കളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഹാക്കറാണ് അല്ലേ എന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇട്ട്. നമ്മളാണെങ്കിൽ ഗോൾഡിലാണ്. നമ്മുടെ പ്ലേസ് ഫുള്ള് ഗ്രാൻഡ് മാസ്റ്റർ കൂടെയാണ്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് ഫുള്ള് ഗ്രാൻഡ് മാസ്റ്റർ അറിഞ്ഞു. ഇപ്പോൾ അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല ഹാക്കറൊക്കെ വന്നിരിക്കുന്നത് കറക്റ്റായിട്ട് അറിയത്തില്ല. അറിയാവുന്നവർക്ക് ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമെന്ന്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇതിലും മികച്ചൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.